ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വിഭവമായ നാടൻ കൂർക്ക ഉപ്പേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കൂർക്ക ഉപ്പേരി എന്നും കൂർക്ക മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയാം. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞങ്ങളുടെ ബിഗ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസ് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് കൂർക്കുപ്പേരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് തൊലി കളഞ്ഞ് ക്ലീനാക്കി നുറുക്കിയെടുത്ത കൂർക്ക നമുക്കൊരു പാത്രത്തിലിട്ടിട്ട് വേവിക്കാൻ വെക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്ക് പാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് കൂർക്ക ഇട്ടിട്ട് നമുക്കതിൽ ഒരു 1.5 ഗ്ലാസ്സോളം വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് അതിലേക്ക് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് കല്ലുപ്പാണ്. കല്ലുപ്പ് ഒരു 1/2 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ചേർത്ത് നമുക്കത് വേവിക്കാൻ വയ്ക്കാം. അടച്ചു വെച്ച് വേവിക്കാം. കൂർക്കയ്ക്ക് അധികം വേവ് ഇല്ല, പക്ഷേ ചില കൂർക്കകൾക്ക് കുറച്ച് സമയം എടുക്കാറുണ്ട്. ചില കൂർക്കകൾ വേഗം ആവുന്നതുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വേവ് നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഇത് ഇങ്ങനെയല്ലാതെ തന്നെ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് വേവിക്കാൻ വയ്ക്കുന്നത്. അപ്പോൾ ഉപ്പ് ചേർത്ത് മൂടി വെച്ച് മീഡിയം തീയിൽ വെച്ചിട്ട് നമുക്ക് ഒരു 2 തള വരുന്നത് വരെ വേവിക്കാം. അതിന് ശേഷം തുറന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് തുറന്ന് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം വറ്റി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ തുറന്ന് വെച്ച് വേവിക്കുന്നത്. അപ്പോൾ ആ കറക്റ്റ് വേവ് ആവും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുറന്നിട്ട് വേവിച്ചതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് അറിയാം കൂർക്കയുടെ വേവ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മൾ ആ കൂർക്ക കറക്റ്റ് വേവായി, വെള്ളമൊക്കെ വറ്റി കറക്റ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും മെല്ലെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കൂടുതൽ വേവ് ആവാതെ കറക്റ്റ് പാകമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കൂർക്ക. അപ്പോൾ ഇത്ര വേവ് മതി ഇതിന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ മുളകൊക്കെ ചേർത്ത് പുരട്ടി വരുമ്പോൾ ഒന്നും കൂടി അതൊന്ന് വേവാവും. അപ്പോൾ കുഴഞ്ഞ് പോയിട്ട് വരുമ്പോൾ കൂർക്കയ്ക്ക് ഒരു സുഖം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു അളവിലെടുക്കാം. ഒരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇതിലിപ്പോൾ ഞാൻ 4 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിൽ കുറച്ച് എണ്ണ കൂടുതലാണ് ഒഴിച്ചിരിക്കുന്നത്. കാരണം ആ കൂർക്കയിൽ ഒരു എണ്ണയുടെ അംശം കൂടുതൽ നിൽക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഒരു നാടൻ, അതും വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. നാടൻ കറികളിലൊക്കെ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു മണം പ്രത്യേകത തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മളതിൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഇതിൽ വെളുത്തുള്ളി ഓപ്ഷണലാണ്. വെളുത്തുള്ളി ചേർത്ത് ഉപ്പേരി കാച്ചാൻ അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്തവർക്ക് അത് തീർത്തും അവോയ്ഡ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ചുവന്നുള്ളിയുടെ അളവ് കൂട്ടിയെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 6-7 ചുവന്നുള്ളിയും അതിനോടൊപ്പം തന്നെ ഒരു 4-5 വെളുത്തുള്ളിയും കൂടി ചേർത്ത് ചതച്ചതാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഒരു മീഡിയം തീയിലിട്ടിട്ട് വേണം നമുക്ക് മൂപ്പിച്ചെടുക്കാം. പെട്ടെന്ന് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ കറിയുടെ ഒരു ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം തീയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അത് മൂപ്പിച്ചെടുക്കാം. ഈ മൂപ്പിച്ച് വരുന്ന സമയത്ത് നമുക്കതിൽ വേപ്പിൻ്റെ ഇല ചേർക്കാം. പക്ഷേ ഞാനിവിടെ നല്ല നാടൻ വേപ്പിൻ്റെ ഇല കിട്ടാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. നാടൻ കറികൾ വെക്കുമ്പോൾ നമുക്ക് നാടൻ വെളിച്ചെണ്ണയും നാടൻ വേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ നല്ല ഉപ്പേരി മുളകൊക്കെ ചേർത്ത് ചെയ്യുമ്പോഴാണ് അതിൻ്റേതായ ഒരു തനത് രുചി കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് നല്ലൊരു വേപ്പില കിട്ടാത്തതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. നല്ലൊരു സ്മെല്ലിന് വേപ്പില നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് മൂപ്പിച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അത് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇവിടെ ഞാൻ ഈ പ്രാവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ നാടൻ മഞ്ഞൾപ്പൊടി തന്നെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നമുക്കത് അവൈലബിൾ ആണ്. എല്ലാവർക്കും അത് അവൈലബിൾ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ സാധാ മഞ്ഞൾപ്പൊടി ആയാലും ചേർത്താൽ മതി. പക്ഷേ നമുക്കിവിടെ അവൈലബിൾ ആയതുകൊണ്ട് നമ്മളിവിടെ പൊടിക്കുന്നതായതുകൊണ്ട് നാടൻ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് ഒന്ന് മൂത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. കാരണം അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രമായിട്ട് കിടന്നിട്ട് അത് കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നന്നായി ഇളക്കി അത് മൂപ്പ് കറക്റ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം അത് മൂത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി അതിലേക്ക് അത്യാവശ്യം നല്ല മൂപ്പ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ പറഞ്ഞല്ലോ നാടൻ മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് അത് തീ പരമാവധി സിമ്മിലാക്കി വയ്ക്കുക, കരിഞ്ഞു പോകാതിരിക്കാനായിട്ട്. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക്
ഉപ്പേരിമുളക് അല്ലെങ്കിൽ ക്രഷ്ഡ് ചില്ലി ഫ്ലേക്സ് എന്നൊക്കെ പറയും. അത് ഇത് നമ്മളിവിടെ പൊടിച്ചെടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് നല്ല എരിവുള്ള മുളകാണ്. ഇതുകൊണ്ട് തന്നെ ഇതിലിപ്പോൾ നമ്മൾ ഞെട്ടിയൊന്നുമില്ല, ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിൽ 1.5 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. 1.5 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലിയും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കളറ്, ആ കൂർക്കയ്ക്ക് നല്ലൊരു കളറും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഈ വെളുത്തിരിക്കുക എന്ന് പറയുമ്പോൾ എനിക്കത് എത്രത്തോളം അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടി നല്ലൊരു ചൊടിയിൽ വേണം കൂർക്കുപ്പേരി ഇരിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചില്ലി ഫ്ലേക്സും ഒപ്പം തന്നെ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ട് അത് മൂപ്പിക്കുന്നു. അതിലേക്ക് നമ്മൾ ആ വെള്ളം വറ്റിച്ച് കറക്റ്റ് വേവാക്കി വെച്ചിരിക്കുന്ന കൂർക്ക നമ്മൾ ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മൂത്ത് വരാനുള്ളൊരു സമയം എടുക്കുന്നുണ്ട്. അധികം സമയം വേണ്ട, തീ പരമാവധി കുറച്ച് വയ്ക്കുക. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ കളറ് മാറും, സ്മെല്ല് മാറും, എല്ലാം മാറും. അപ്പോൾ അതുകൊണ്ട് തീ കുറച്ച് വെച്ച് അതിലേക്ക് ആക്കുക. ഇപ്പോൾ കറക്റ്റ് ഫോം ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കൂർക്ക ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതായത് ഉടയുന്ന രീതിയിലല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ കൂർക്കയിലേക്ക് എല്ലാം ആ മുളകും ഉപ്പും വെളിച്ചെണ്ണയും എല്ലാം കയറുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്യുക. പക്ഷെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് കൂർക്ക എന്നല്ല, ഉപ്പേരികളായാലും എന്തായാലും കാച്ചി കഴിഞ്ഞാൽ അത് 2 ഇളക്കി നമ്മൾ ഓഫ് ചെയ്ത് വെക്കും. അങ്ങനെ ചെയ്യരുത്. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് അതിലേക്ക് പിടിക്കാനായിട്ട് വേവിക്കാൻ വെക്കണം. അപ്പോൾ അതിലേക്ക് ആ കൂർക്കയിലേക്ക് അതിൻ്റെ ഉപ്പും മണമാണെങ്കിലും ഉപ്പാണെങ്കിലും അതിൻ്റെ ഒപ്പം തന്നെ എരിവാണെങ്കിലും വെളിച്ചെണ്ണയാണെങ്കിലും എല്ലാം അതിലേക്കൊന്ന് ആഡ് ഓൺ ചെയ്യും. അപ്പോൾ നമുക്ക് അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഞാൻ അപ്പോൾ മൂടി വെച്ചിട്ടൊന്ന് 2-3 മിനിറ്റ് വെച്ചു. വീണ്ടും തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് ഞാൻ വീണ്ടും അതൊന്ന് അതിലത്തെ ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കുറച്ചൊരു ഡ്രൈ ആക്കി. എന്നാൽ പക്ഷേ വല്ലാതെ ഡ്രൈ അല്ല, അതിൽ വെളിച്ചെണ്ണയുടെ അംശത്തിൻ്റെ ഇത് കുറച്ചൊന്ന് മുന്നിലുള്ളത് കൊണ്ട് നല്ലൊരു ഫ്ലേവറിൽ നമുക്കത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളിവിടെ കൂർക്കുപ്പേരി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. നല്ല മണവും അതിലൊരു വേപ്പിലയുടെ ഒരു കുറവിൻ്റേതായിട്ടുള്ളൊരു സ്മെല്ല് കുറവുണ്ട്. പക്ഷേ ബാക്കിയെല്ലാം ഓക്കെയാണ്. കാണാനും നല്ല ഭംഗിയുണ്ട്. നമുക്ക് നല്ല ചൂട് കഞ്ഞിയുടെ ഒപ്പം അതുപോലെ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇങ്ങനെ കഴിക്കാനായിട്ട് ഭയങ്കര, എനിക്കിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ നല്ല അതിൻ്റെ ഒരു ഫീല് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. നമ്മളൊരു നാടനായതുകൊണ്ട് നമ്മൾ വാഴയിലൊക്കെ നല്ല ഭംഗിയിൽ ആ ഒരു സ്മെല്ലും കൂടി ആകുമ്പോൾ നല്ലൊരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് വിചാരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ കൂർക്കുപ്പേരിയുടെ ഫൈനൽ അവസ്ഥ. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.